അങ്ങനെ നമ്മൾ പെരുവന്മല ശിവക്ഷേത്രത്തേക്ക് പോവാണ്. ചെറിയ വിചാരിച്ച അത്ര ചെറിയ കുന്നല്ല അല്ലേ? മതി, മെല്ലെ മതി. അതെ 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 അതെ, ഏതോ പറമ്പിരിക്കുള്ള വഴിയാ. ഇത്ര ദൂരം കയറിയിട്ടുള്ളൂ നമ്മൾ, കണ്ടില്ലേ? അപ്പോഴേക്കും കിതച്ചു. ഇറങ്ങുമ്പോൾ സുഖമായിരിക്കും, കയറുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. അതെ, താഴെത്തിക്കോളും. അതിലാൾ ദിവസം കയറി ഇറങ്ങുന്നുണ്ടല്ലേ? നല്ല കിതപ്പുണ്ടെന്ന് വെച്ചാൽ കുത്തനുള്ള കയറ്റല്ലേ, നോക്കി. പക്ഷെ നല്ല കുത്തനല്ലേ ഈ കയറ്റുള്ളത്. പക്ഷെ മുകളിലെത്തി കഴിഞ്ഞാലുള്ള വ്യൂ ഉണ്ടല്ലോ, നല്ല രസമുണ്ടല്ലേ? പുല്ല് നോക്കി, പച്ച പുല്ല്. മുകളിലെത്തുമ്പോൾ നമുക്ക് കോടമഞ്ഞ് കാണാൻ പറ്റുമോ? കൊടജാതിരിയൊക്കെ പോലെ. വെള്ളം പോയിട്ടുള്ള ചാലുകൾ ഉണ്ടാക്കി നോക്ക്, മണ്ണിടിഞ്ഞു പോയിരിക്കുന്നു, കാണുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ നമ്മൾ അമ്പലത്തിനോട് അടുത്തടുത്ത് എത്താറായി. അവിടെ നോക്കി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും എല്ലാം ഉണ്ട് അവിടെ. എല്ലാം നോക്കാൻ പറ്റും. അതെ 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 അതന്നെ. അല്ല, നമ്മളുടെ അടുത്ത് ഇങ്ങനെ വ്യൂ പോയിന്റുള്ള കാര്യം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടില്ല അറിഞ്ഞു. നമ്മൾ അറിഞ്ഞിരുന്നില്ലല്ലോ. പല അമ്പലങ്ങളും ഉണ്ടാവും ഇങ്ങനത്തെ. എല്ലാം നടക്കാനൊന്നുമില്ല കേട്ടോ, കുറച്ച് കുത്തനുള്ള കയറ്റാണ് ഉള്ളത്. കുത്തനുള്ള കയറ്റാ. അതെ അതെ അതെ, നമ്മുടെ നാട്ടിലെ കൊടജാതിരിയാണിത്. അതിനുണ്ട് ഒരാല് നോക്കിയേ. ഇനിയാണ് ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് ഇരിക്കാൻ. അവിടെ പോയി കാണണം. നമുക്കത് അമ്പലത്തിൽ കയറി ഇറങ്ങല്ലേ? ചാടരുത്, അരുത് പോരുത്, ചാടരുത്. അങ്ങനെയുണ്ട് വ്യൂ. താഴെ കുന്നാണ്, കുന്നിന്റെ താഴെ പിന്നെ ഇറക്കം തന്നെ നിറയെ തുമ്പികളാ. നല്ല രസമുണ്ട് അല്ലേ? നമുക്ക് ആ വ്യൂ പോയിന്റും കൂടെ പോയി വയ്ക്കല്ലോ. വേണ്ട, ഞാൻ പോയി കിട്ടില്ല. ഏയ്, അടിയിൽ ഇതൊന്നുമില്ല, പാറ തന്നെയാണ്. ഞാൻ വിചാരിച്ചു നമ്മളെ തൃത്താലത്തെ പോലെ നരിമട, ഇതിനടിയിൽ ശരിക്കും ഒരു ഗുഹ ഉണ്ടെങ്കിൽ നരിമടയായി. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. പക്ഷെ ഇത് നോക്കിയേ, പാറ അല്ലേ? നമ്മുടെ തൃശ്ശൂർ കേച്ചേരിക്ക് അടുത്തായിട്ടാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സ്ഥലത്തിന്റെ ഭംഗി കണ്ടിട്ട് ഓടിച്ചാടി വന്നിട്ട് റീൽസ് ഷൂട്ട് ചെയ്യാമെന്നൊന്നും വിചാരിക്കണ്ട. ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ 750 രൂപ നമ്മൾ അമ്പലത്തിൽ അടച്ചിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. അങ്ങനെ നല്ലൊരു അമ്പലവും അതിനടുത്തുള്ള കിടലൻ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് യാത്ര തിരിക്കുകയാണ്. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.